ഹലോ നമസ്കാരം. രാധാസ് ഹോംലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലജി അബിയും കൂടെ അടിയാണ്. അപ്പോൾ പറയും പിന്നെ എന്തൊരു കഷ്ടം അത്. ഇപ്പോൾ 2 പ്രാവശ്യം പിന്നെ അനാമികയുടെ വീട്ടുകാർ വന്നിട്ട് അവർക്ക് വയറ് നാശമായിട്ട് അവർക്ക് ഇവിടുന്ന് ഓടേണ്ടി വന്നു. എന്തൊരു കഷ്ടം അത് എന്നൊക്കെ അങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയും അവളുടെ ജാതകം വല്ലാത്തൊരു ജാതകമാണ് നയനയുടെ കേട്ടോ. അപ്പോൾ പറയും ഇത് എന്താടാ ഇനി ചെയ്യുക, ഇനി എങ്ങനെയാണ് അവളിന്ന് പുറത്തൊക്കെ കൂടെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരികയല്ലേ, അങ്ങനെ ഇങ്ങനെ ഇപ്പം എന്നൊക്കെ സംസാരിച്ച് കൊടുക്കുമ്പോൾ നമ്മളെ നവ്യ അങ്ങോട്ട് വരിക. അപ്പോൾ നവ്യ കാണുമ്പോൾ ഇവർ രണ്ടാളും മുഖത്തോട് മുഖം നോക്കും. എന്താ നിർത്തിക്കളഞ്ഞത്, നിങ്ങളെന്താ പറഞ്ഞുകൊണ്ടിരുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്താ പറയേണ്ടത് അറിയും, നീയല്ലേ അവർക്ക് പിന്നെ പലഹാരത്തിൽ എന്താണ് പൊടിയിട്ട് കൊടുത്തിട്ട് അവരുടെ വയറ് നാശാക്കിയത് എന്ന് പറയും. അപ്പോൾ പറയും ഞാനെന്തായാലും അത് ഒരിക്കലും ചെയ്യില്ല, പിന്നെ അമ്മായിയാണ് അത് ഉണ്ടാക്കിയത്, അമ്മായി ഒരിക്കലും അത് ചെയ്യില്ല, പിന്നെ ചെയ്യേണ്ടത് നിങ്ങളല്ലാണ്ട് വേറെ ആരും ചെയ്യില്ല എന്നൊക്കെ അങ്ങനെ പറയും. അപ്പോൾ പറയും ഞങ്ങളോ എന്ന് പറയും. പിന്നെ ആ നേരത്ത് നിങ്ങളെങ്ങനെ പോയത്, അപ്പോൾ അതിൽ പെട്ടത് നിങ്ങളുടെ മകനും കൂടെ, അവൻ ഇവിടെ കടന്ന് കാട്ടിക്കൂട്ടിയത് എന്താണെന്നറിയോ എന്ന് പറയുമ്പോൾ അബിയുടെ മകൻ ഇങ്ങനെ ചുളിഞ്ഞ് കാണും കേട്ടോ. അപ്പോൾ പറയും നിങ്ങൾ തന്നെയാണ് അത് ചെയ്തിട്ടുണ്ടാവുക, വേറെ ആരും ഇവിടെ ചെയ്യില്ല, എനിക്കിപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അമ്മായി ഹോസ്പിറ്റലാവാൻ കാരണം ആരാന്നൊക്കെ എനിക്ക് മനസ്സിലായത്, എനിക്ക് അറിയാൻ ചെയ്യാം എന്നൊക്കെ പറയും. അപ്പോൾ ജലജ പറയടാ അവളുടെ വയൽ വല്ല തുണി കുത്തിത്തിരിക്കടാ എന്നൊക്കെ പറയും. എൻ്റെ വയൽ തുണി കുത്തിത്തിരിക്കൽ ഇത് സത്യം അറിയുന്ന എല്ലാവരും ഉണ്ട് ഇവിടെ, എല്ലാവർക്കും അറിയാം എന്താണെന്ന് ഇവിടെ സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം എന്നൊക്കെ അങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ പിന്നെ അതുകൊണ്ട് നിങ്ങളിനി എന്ത് ചെയ്ത് കഴിഞ്ഞാലും അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയായി കിട്ടും അപ്പോഴും ഇവിടെ എന്നൊക്കെ നമ്മൾ നവ്യ പറയുന്നതാണ് കേട്ടോ. നവ്യ പറയുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നവ്യ അങ്ങോട്ട് പോകും. അപ്പോൾ അബിയും ജലജി മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്. ഇവൾക്ക് എങ്ങനെയാണ് അത് മനസ്സിലായത്? അതുമല്ല, അത് കറക്റ്റ് സമയത്ത് പിന്നെ ആ സ്വർണം വെച്ചതിൻ്റെ അതും മറ്റേതുപോലെ ഇപ്പോൾ ഇതിനും എങ്ങനെ ഇത് മനസ്സിലായി? ആരാ നമ്മളെ കൂടെ നിന്നിട്ട് നമ്മളെ വെട്ടുന്നത്, ആരാണ്, ആരും ഉണ്ട് അവൾക്ക് പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ട് എന്നൊക്കെ ഇവരിങ്ങനെ തമ്മിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മൾ ദേവയാനി നയനയുടെ ഫോട്ടോ ഇരുന്ന് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. നോക്കിയിട്ട് ഇങ്ങനെ മുഖത്തെ ആ ഫോട്ടോയിൽ ഇങ്ങനെ നോക്കിയിട്ട് എന്തൊരു ഭംഗിയാണ് അവളെ കാണാൻ, അവളുടെ മുഖം എന്തൊരു നിഷ്കളങ്കമാണ്, അവളുടെ ചിരി കണ്ടോ എന്തൊരു ഭംഗി, അവൾ കയറി കയറി പോവുകയാണ് ഇപ്പോൾ. അവളുടെ നല്ല മനസ്സാണത്, ഇത്രയും നാൾ ഞാനത് അറിയാതെ പോയല്ലോ, ഞാൻ എന്താ ചെയ്തിരുന്നതെന്നൊക്കെ ഇങ്ങനെ അവർ സ്വയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവരിങ്ങനെ ആലോചിച്ചിട്ട് ചാനലിൽ ഇവരുടെ ഒരു ഫ്രണ്ടിൻ്റെ മോള് ചാനലിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ കുട്ടിയെ വിളിക്കുകയാണ്. ആ കുട്ടിയെ ഫോൺ എടുക്കുമ്പോൾ ആൻറ്റി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ മോളെ എന്തൊക്കെയാണ് വർത്തമാനങ്ങൾ പറയും. ആൻറ്റിയുടെ അപ്പോൾ ഇങ്ങനെ നയനയുടെ കാര്യം എടുത്തിട്ട് കേട്ടോ പറയും. അപ്പോൾ മമ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻറ്റിക്ക് ആ കുട്ടിയെ വലിയ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതാ പിന്നെ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും അന്വേഷിക്കാത്തത് എന്നൊക്കെ പറയും. അതൊന്നും കുഴപ്പമില്ല, ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, അപ്പോൾ മോളൊരു കാര്യം ചെയ്യണം, അപ്പോൾ പുതിയൊരു കളക്ഷൻസ് ഇറങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു പരസ്യം പോലെ എന്തെങ്കിലും ഒന്ന് കൊടുക്കണം, ഞാനാണ് പറഞ്ഞതെന്ന് പറയേണ്ട അറിയാം. അപ്പോൾ അവൾ പറയുന്നത് ഞാനൊരു കാര്യം ചെയ്യാം ആൻറ്റി, അങ്ങോട്ട് വന്നിട്ട് ഇൻ്റർവ്യൂ എടുക്കാമെന്ന് അറിയാം. ഇൻ്റർവ്യൂ ഒന്നും എടുക്കൊന്നും വേണ്ട, അപ്പോൾ ഉള്ളത് അതന്നെ മതി, അതന്നെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയല്ലേ അവളുടെ ആ നയന കളക്ഷൻസിൻ്റെ. അപ്പോൾ അത് സിനിമ നടികളൊന്നും അല്ല കേട്ടോ, എൻ്റെ മരുമോളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് കൊടുക്കണം എന്നിങ്ങനെ പറയുകയാണ്, ടി വിയിൽ കൊടുക്കണം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ മോൾ വർക്ക് ചെയ്യുന്ന ചാനലിൽ തന്നെ ഇത് ചെയ്തോളൂ പറയാം. ഓക്കെ ആൻറ്റി, അതിനെന്താ, അത് ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയും. അപ്പോൾ ഒന്ന് അമ്മോടൊക്കെ എൻ്റെ അന്വേഷണമൊക്കെ പറയൂ. അപ്പോൾ മോളെ തന്നെ വിളിച്ച് എൻ്റെ കൂട്ടുകാരി ആയതുകൊണ്ട് ഞാൻ അവളോട് എല്ലാം തുറന്ന് പറയാറുണ്ട് എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ ശരി ആൻറ്റി, ഞാൻ അമ്മോട് പറയാമെന്ന്, ഞാനത് വേണ്ടതുപോലെ ചെയ്യാമെന്ന് പറയണേ. പിറ്റേ ദിവസം ജയനും അജയനും അതുപോലെ ആദർശും എല്ലാവരും കൂടെ ഇരുന്നിട്ട്, ആദർശിൻ്റെ ജോലി ചെയ്യണം, അജയനും കൂടെ ടി വി ഇരുന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ന്യൂസ് വെച്ചിട്ടുണ്ടാവും ഒരു ടി വി. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്ക് കേൾക്കുമ്പോൾ കുറച്ച് നാട്ടുവർത്തമാനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ പെങ്കൊച്ചനെയാണ് വന്ന് പറയുക, ഇപ്പോൾ പുതിയ കളക്ഷൻസിനെ പറ്റിയിട്ട് നോക്കാം, മൂർത്തീസ് ജ്വല്ലറിയിലെ പുതിയ കളക്ഷൻസ്, നയന കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളുടെ വീഡിയോയും ഒക്കെ കാണാപ്പോഴേക്കും അബി ജലജിയും ദേവയാനിയും നവ്യയും നയനയൊക്കെ കൂടെ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഇതിലിങ്ങനെ നയന കളക്ഷൻസിൻ്റെ പിന്നെ ഡിസൈനർ തന്നെയാണ് പിന്നെ നെക്ലസ് ഇട്ടിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് ജയനാരായണനാണ് അത്, നയനയുടെ ഹസ്ബൻഡ് മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആണെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇതാക്കുമ്പോൾ അവരെല്ലാവരും അന്തം വിട്ട് ഇങ്ങനെ നോക്കുകയാണേ, ഇതിപ്പോൾ ഇങ്ങനെ വന്നു വെച്ചപ്പോൾ. അപ്പോൾ ഇങ്ങനെ വന്നത് ആദർശേട്ടനാണോ കൊടുത്തു വയ്ക്കുന്നത് നയന? അപ്പോൾ ഞാനല്ല എന്ന് പറയും. അപ്പോൾ നമ്മുടെ ദേവയാനിക്കൊരു ചിരിയുണ്ട് കേട്ടോ, ഇങ്ങനെ ഒരു കള്ളച്ചിരിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഈയിടെയായിട്ട് നമ്മുടെ നയന ദേവയാനി നന്നായിട്ട് വാച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജലജയ്ക്ക് ഇത് കണ്ടിട്ട് സഹിക്കണില്ലേ.
പറയും എന്തായാലും നന്നായി ആരപ്പം ഇതൊക്കെ കൊടുത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് ജലജ ചാടിക്കളിക്കും. അപ്പോൾ നമ്മുടെ നവ്യ ആരായാലും എന്തായാലും നന്നായില്ലേ, നീ തന്നെയാണ് മോളെ ഇതിന് വരേണ്ടത്, നീയാണ് നിനക്കാണ് അതിൻ്റെ ഇതുള്ളത് എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയും, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അത് കഴിയുമ്പോൾ ഇത് കഴിയുമ്പോഴേക്കും എന്താ പറയുക, എല്ലാവരും ഇതിങ്ങനെ പറയും. അപ്പോൾ ജയൻ പറയും അച്ഛനോട് ഇല്ലാണ്ട് പോയി, അച്ഛന് നീ അതിൻ്റെ കോപ്പി ഒന്ന് അയച്ചു കൊടുക്കുക ആദർശേ, എന്തായാലും അച്ഛൻ പോയി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മോളെ എന്തായാലും ആദർശിൻ്റെ കൂടെ തന്നെ നല്ലൊരു പോസ്റ്റിൽ കൊണ്ടിരുത്തും, നല്ലൊരു പൊസിഷനിൽ തന്നെ ഇരുത്തും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതൊന്നും കണ്ടിട്ട് ജലജയ്ക്ക് സഹിക്കണില്ല. അപ്പോൾ ഇവളെങ്ങനെ നയനേനെ ഇങ്ങനെ പൊക്കി പറയുമ്പോൾ നമ്മുടെ ദേവ്യാനിക്ക് സന്തോഷമാണ്. പക്ഷേ പിന്നെ അധികം നമ്മണ്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമില്ല. അപ്പോൾ മതി പൊക്കിയത് എല്ലാവരും കൂടെ എന്ന് പറയും. എന്തായാലും ദേവേ നീ ഒരു കാര്യം ചെയ്ത് നന്നായി, കാരണം മോൻ്റെ കൂടെ മോളെ ഇപ്പോൾ നിനക്ക് കാണണ്ടെന്ന് പറഞ്ഞിട്ടാണ് മോളെ ആദർശിൻ്റെ കൂടെ പറഞ്ഞയച്ചെങ്കിലും ഇപ്പോൾ അത് നമ്മുടെ കമ്പനിക്ക് നല്ലൊരു മുതൽക്കൂട്ടായി. ഇനിയിപ്പോൾ എന്തായാലും അച്ഛൻ വന്നു കഴിഞ്ഞാൽ നയനെ നല്ലൊരു പൊസിഷനിൽ തന്നെ ഇരുത്തും. അതിനിപ്പോൾ നീയല്ല ആര് അതിന് ഇത് പറഞ്ഞാലും അങ്ങനെ തന്നെ സംഭവിക്കാൻ പോകുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അപ്പോഴും ദേവയ്ക്ക് ചിലപ്പോൾ ഈ ചിരിക്കുമ്പോൾ നമ്മളെ നയന ഇവരെ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. പിന്നെ മാത്രമല്ല നയനെ ഇടയ്ക്കിടയ്ക്ക് ഇവരിങ്ങനെ കണ്ടിട്ട് നോക്കുന്നതൊക്കെ നയനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണിങ്ങനെ ഉരുട്ടി കാണിക്കുക, അങ്ങനെയൊക്കെയുള്ള ഓരോരോ നാടകങ്ങളാണ്. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും. ജലജയ ഒഴികെ ബാക്കി എല്ലാവരും അജയനും ഒക്കെ നന്നായിട്ട് തന്നെ പറയണേ. എന്തായാലും നന്നായി ജയേട്ടാ, ഇങ്ങനെ പിന്നെ മോളെന്തായാലും വൈകിട്ടാണെങ്കിലും മോൾ ഇതിലെത്തിയത് നന്നായി ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ എല്ലാവരും പറയണം. ജാനകിയൊന്നുമില്ല, ജാനകി അനാമികയും ഒന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഭയങ്കര ഹാപ്പിയായി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ പറഞ്ഞ്. അപ്പോൾ അത് പിന്നെ നമ്മുടെ ഇത് എന്താ പറയുക, നയനയുടെ അച്ഛൻ ഗോവിന്ദൻ ഇങ്ങനെ ചൂടെടുത്തിട്ട് പോയി, എന്തൊരു ചൂടാ ഇതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ വീശുമ്പോൾ നമ്മളുടെ എന്താ ഇവള് വന്ന് പറയുന്നുണ്ട്, നന്ദു വന്നിട്ട് ഫോണിൽ കാണിച്ചു തുടങ്ങി. അല്ലെങ്കിൽ അച്ഛൻ ഏത് നേരവും ടി വി ഓൺ ചെയ്ത് വെക്കും, ഒരു നല്ലൊരു കാര്യം വരുമ്പോൾ ടി വി ഓൺ ആക്കില്ല എന്ന് പറയും. ഇപ്പോൾ എന്താ മോളെ വയ്ക്കുമ്പോൾ ഇതാ നമ്മളുടെ ചേച്ചി എവിടെ എത്തി നോക്കുക എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ഇവർക്ക് അമ്മയ്ക്കും അച്ഛനും ഭയങ്കര സന്തോഷമാവും കേട്ടോ, നല്ല രസമുണ്ട് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. എന്തായാലും മോള് നല്ലൊരു നിലയിൽ തന്നെ എത്തി, അവളുടെ ആഗ്രഹം പോലെ തന്നെ സാധിച്ചു, അവൾ അത്ര നല്ല കുട്ടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ പറയും എന്തായാലും അനാമിക പിന്നെ വന്നതുകൊണ്ട്, പിന്നെ അനാമിക ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു വീർപ്പുമുട്ടലാണ് എന്നൊക്കെ ഇങ്ങനെ ഒരു എന്തോ സംസാരിക്കുമ്പോൾ നമ്മളെ നന്ദു പറയും അത് എനിക്ക് ഭയങ്കര സങ്കടമാണ് പറയുമ്പോഴേക്കും ജലജോട്ട് പറയും നീ അവിടെ സങ്കടപ്പെട്ടോട്ടെ, നീ കണ്ണുനീര് തുടയ്ക്കാനൊന്നും പോണ്ട, നീൻ്റെ കാര്യം നോക്കിയിട്ട് കിടന്നാൽ മതി എന്നൊക്കെ പറയും. അപ്പോൾ ദേഷ്യപ്പെട്ടിട്ട് ആ ഫോൺ തട്ടി പറിച്ചിട്ടേ അങ്ങനെ ഇപ്പോൾ കടഞ്ഞ് അമ്മയുടെ ഫോണിൽ അങ്ങോട്ട് കണ്ടോ, ഇങ്ങോട്ട് നന്ദൂട്ടാ ഞാനൊന്നും കൂടെ കാണട്ടെ എന്ന് പറയുമ്പോൾ അമ്മയുടെ ഫോണിൽ അങ്ങോട്ട് കണ്ടാൽ മതി, നമ്മുടെ ഫോണിലും ഉണ്ടാവില്ല അപ്പോൾ ഇത് എന്നിട്ട് അവൾ ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ട് പോകും. രണ്ടുപേരും ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളെ നയന അതിൻ്റെ ഇടയ്ക്ക് നന്ദുവിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, മോളെ ആ നമ്പർ ഏതാന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ പറയും ഇല്ല ചേച്ചി, അത് പിന്നെ അവൾ ലീവാണ്, നാളെ കിട്ടുള്ളൂ, നാളെ ഞാൻ പറയാം, നാളെ അവളോട് ട്രേസ് ചെയ്തിട്ട് പറയാമെന്നാണ് പറഞ്ഞത്, നാളെ പറയാമെന്ന് പറയും. ആയിക്കോട്ടെ എന്ന് പറയും കേട്ടോ. പിന്നെ നമ്മുടെ ആദർശം ഇരുന്നിട്ട് ഫോണിൽ എന്താക്കും അപ്പോൾ അങ്ങനെ ആരാവും ഇപ്പോൾ ഇതിങ്ങനെ ഇതിൽ കൊടുത്തിട്ടുണ്ടാവുക, ആരാണെന്നിങ്ങനെ അവൻ ആലോചിക്കുകയാണേ. അപ്പോഴേക്കും നയന അങ്ങോട്ട് വരും, പറയും ആരാ ആദർശേട്ടാ അത് കൊടുത്തത് പറയുമ്പോൾ എനിക്കറിയില്ല, ഒരു പക്ഷേ ഈ ചാനലുകാർ ഇങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചതാവും, ചിലപ്പോൾ ഈ കുറേ ഇതൊക്കെ ഇങ്ങനെ വൈറലായിട്ടുള്ളതൊക്കെ അവർ ഇങ്ങനെ കളക്ട് ചെയ്യാറില്ല, അങ്ങനെ വന്നതാവും, അല്ലാണ്ട് എനിക്കറിയാൻ വഴിയില്ല, എനിക്കറിയില്ല എന്ന് പറയും. അപ്പോഴേക്കും നമ്മുടെ കനക ഇങ്ങോട്ട് വിളിക്കുക, ആദർശിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ മോനെ എന്താ ഞാൻ കണ്ടു കേട്ടോ, ഞങ്ങൾ ഇത് കണ്ടു, നന്നായിട്ടുണ്ട് മോനെ, നയന കളക്ഷൻസ് നല്ല പേരാണ്, പിന്നെ അപ്പോൾ അജയൻ പറയും ഈ പേരിട്ടപ്പോൾ തന്നെ അത് ഹിറ്റാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയും പിന്നെ എന്തായാലും നന്നായി, മോൻ എന്തായാലും നല്ലൊരു ഇതിൽ എത്തിച്ചല്ലോ എന്നൊക്കെ അറിയാം. അപ്പോൾ ഞാനല്ല അച്ഛനെ എവിടേക്ക്, ഇപ്പോൾ അച്ഛൻ എൻ്റെ അടുത്തുണ്ട്, ഞാൻ കൊടുക്കാമെന്നറിയാം. അങ്ങനെ ഗോവിന്ദൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദൻ അങ്ങനെ സംസാരിക്കും. ഇപ്പോൾ പറയും മോൻ എന്തായാലും മോളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് നല്ലൊരു നിലയിൽ എത്തിച്ചല്ലോ, പ്രശസ്തിയൊക്കെ കൊടുത്തല്ലോ എന്നൊക്കെ പറയും. അച്ഛാ അത് എൻ്റെ കഴിവൊന്നുമല്ല, അച്ഛൻ്റെ മോളുടെ കഴിവാണ്, ആ മോൾക്ക് ആ കഴിവ് കിട്ടത് അച്ഛൻ്റെ കയ്യിൽ നിന്നല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് താങ്ക്സ് പറയും പോലെ ഞാൻ അങ്ങോട്ടും പറയണ്ടേ താങ്ക്സ് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെ രണ്ടാളും കൂടെ നിന്നിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം
ജലജ അല്ല സോറി ജലജയല്ല, നമ്മളുടെ കനക നയനയോടാണ് സംസാരിക്കുന്നത്. എന്നിട്ട് പിന്നെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ശരി മോനെ നിങ്ങൾ രണ്ടാളും കൂടി ഇറങ്ങുമ്പോൾ ഇങ്ങോട്ടൊക്കെ ഒന്ന് വരൂ കേട്ടോ എന്നൊക്കെ പറയാം. മാമ വരാച്ചാ ഞങ്ങളങ്ങോട്ട് ഇറങ്ങാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പിന്നെ കനകയും രണ്ടാളും കൂടെ നല്ല സന്തോഷമായിട്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. ഇപ്പോൾ പഴയ അതൊക്കെ മാറി എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയും കല്യാണി കണ്ടില്ലേ നല്ല കുട്ടിയല്ലേ, അവളിപ്പോൾ ഇതുപോലെ നല്ല നിലയിലെത്തിയില്ലേ. അപ്പോൾ പറയും ശരിയാണ്, കിരണും ഞാനും ഒക്കെ ഇപ്പോൾ ഭാര്യമാരുടെ പേരിൽ അറിയപ്പെടുന്ന ആൾക്കാരായി, ഞങ്ങൾക്ക് ഉയർച്ചയുണ്ടായിട്ടുള്ളൂ നിങ്ങളെ കല്യാണം കഴിച്ചതിന് ശേഷം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്, നമ്മുടെ നയനയ്ക്കും ഭയങ്കര സന്തോഷമാവുകയാണ് ആദർശിൻ്റെ സംസാരം. അപ്പോൾ പറയും കല്യാണം എത്ര കഷ്ടപ്പെട്ടിട്ടാണ് വന്നത്, അപ്പോൾ അവളും ഇപ്പോൾ അവളുടെ ഡിസൈനിങ് അവളിപ്പോൾ അവളുടെ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് വരയ്ക്കുന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൂടെ കൂട്ടായിരുന്നു, അപ്പോൾ കുറച്ചും കൂടെ മെച്ചാവും എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നത് നിനക്ക് ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ ഇനി പോവാം, അതിന് വേണ്ടി ഞാൻ ശ്രമിക്കാമെന്ന് പറയുമ്പോൾ അവൾ നയനെ പറയും അതൊന്നും ഇപ്പോൾ ശ്രമിക്കേണ്ട, അതൊന്നും ഇപ്പോൾ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ഡിസൈൻസ് ആഗ്രഹിച്ച് വല്ലവരും വരികയാണെങ്കിൽ അപ്പം എന്താ വെച്ചാൽ നോക്കാം, അല്ലാണ്ട് ഇപ്പോൾ അതിനായിട്ട് നോക്കുകയൊന്നും വേണ്ട, ഇപ്പോൾ ഉള്ളതിൽ അങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ ജലജയും ജാനകിയും അനാമികയും അല്ലാത്തവർ ഒക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നമ്മുടെ നയനെ നല്ലൊരു നിലയിൽ നല്ലൊരു പൊസിഷനിലേക്കാണ് നമ്മുടെ നയന കയറിപ്പോകണം എന്നുള്ളതിൽ ഇങ്ങനെ ഇതാക്കണേ. അപ്പോഴേക്കും നമ്മുടെ പിന്നെ കാണിക്കുന്നത് നമ്മളെ നയന ഇങ്ങനെ ആലോചിക്കുക ആരാണ് ഈ ഇത് ഇതാക്കിയെന്ന് ഇങ്ങനെ ആലോചിച്ചു. അവൾക്ക് അറിയാം അത് ഇപ്പം ദേവയാനി എന്തോ ചെയ്യുന്നതാണെന്ന് അവൾക്ക് കുറച്ചൊക്കെ പിടുത്തം കിട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അവളത് പുറത്ത് പറയുന്നില്ല. എന്തായാലും നല്ല ഒരു എപ്പിസോഡാണ്, മിസ് ചെയ്യേണ്ട കാണുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി പിന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് പിന്നെ അതുപോലെ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റുകൾ ഒന്ന് രേഖപ്പെടുത്തണം. അതുപോലെ അത്രയേ ഉള്ളൂ കേട്ടോ. കാരണം പോർട്ടൂസായിട്ടേ നല്ല സുഖമില്ല, പനിയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇത് കുറേ ഇതിൽ വരുന്നുണ്ട്, മിസ്റ്റേക്സ് കുറേ എൻ്റെ ചാനലിൽ വരുന്നുണ്ട്, ക്ഷമിക്കണം കേട്ടോ. കാരണം കുറേ അവിടെ ഇവിടെയൊക്കെ വിട്ടുപോകുന്നുണ്ട്. നല്ല പനിയാണ്, പിന്നെ പ്രഷറും ഷുഗറും ഒക്കെ ഷൂട്ടപ്പ് ചെയ്തിട്ടുണ്ട്, കൂടുതലായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കണം. അതുപോലെ ഞങ്ങളുടെ ചാനലിലൊന്ന് കാണുകയും ചെയ്യണം കേട്ടോ. താങ്ക് യു. എല്ലാ സപ്പോർട്ടും